എന്ത് തെറ്റ് ഈ നാട് ചെയ്തു? എന്തിൻ്റെ മേലെയാണ് നാം ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്? പ്രധാനമന്ത്രിയുടെ പേരിൽ ആഘോഷപൂർവം പ്രഖ്യാപിച്ച ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഫണ്ട് പോലും നമുക്ക് കേരളത്തിന് തടയപ്പെടുന്ന അനുഭവമാണുള്ളത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾ നേരിടുന്ന ഗൗരവമായൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കേന്ദ്ര സർക്കാരിൽ അമിതമായ അധികാര കേന്ദ്രീകരണം വന്നിരിക്കുന്നു എന്നതാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് പലതരത്തിലുള്ള കേന്ദ്രീകൃത അധികാരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അത്തരത്തിലുള്ള കേന്ദ്രീകരണ പ്രവണതകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇത് രാജ്യം നേരിടുന്ന, സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. നിയമനിർമ്മാണ സഭകൾ, ആ നിയമനിർമ്മാണ സഭകൾ ബില്ലുകൾ പാസാക്കി നാടിനാവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് അധികാരപ്പെട്ടവയാണ്. പക്ഷേ നമ്മുടെ അനുഭവം, രാജ്യത്തിൻ്റെ അനുഭവം, ഒരു കൂട്ടം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വെക്കുകയാണ്. ഇവിടെ വേറൊരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അത് നേരത്തെ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സംസ്ഥാന വിഷയങ്ങളിൽ കയറി നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണ്. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ നടപടികൾ ഒരു ശങ്കയുമില്ലാതെ തുറന്നു പോവുകയാണ്. ഇതിനെതിരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പരമോന്നത നീതിപീഠത്തെ അടക്കം സമീപിച്ചിട്ടുണ്ട് എന്നതും നാം കാണേണ്ടതാണ്. ഇവിടെ സംസ്ഥാന സർക്കാരുകളെ രണ്ട് തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത്. ഒന്ന്, തങ്ങൾക്കിഷ്ടമുള്ള സർക്കാർ. മറ്റൊന്ന്, ഇഷ്ടമില്ലാത്ത സർക്കാർ. ഈ ഇഷ്ടമുള്ള സർക്കാരാണെങ്കിൽ വിവേചനാധികാരം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ വാരിക്കോരിയാണ് നൽകുന്നത്. നമ്മൾ ഏതെങ്കിലും സംസ്ഥാനത്തിന് ഗ്രാന്റ് കൂടുതൽ നൽകുന്നതിന് എതിരായി പറയുകയല്ല. പക്ഷേ ഏതിനും നീതീകരണം വേണം, ഏതിനും മാനദണ്ഡങ്ങൾ വേണം. തോന്നിയ പോലെ നിർവഹിക്കാൻ പാടില്ല. മാനദണ്ഡാനുസൃതമായാണ് ഏത് നടപടിയും കേന്ദ്ര ഗവൺമെന്റിനെ പോലൊരു സംവിധാനം നിർവഹിക്കേണ്ടത്. ഇവിടെ തങ്ങൾക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള രാഷ്ട്രീയ കക്ഷികൾ നയിക്കുന്ന സർക്കാരുകളാണ് സംസ്ഥാനങ്ങളിലുള്ളതെങ്കിൽ ആ സർക്കാരുകൾക്കുമേൽ കൃത്യമായ
സാമ്പത്തിക ഉപരോധമാണ് ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിട്ട അനുഭവമുള്ളവരാണ് നമ്മൾ. വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് വളരെ വിശദമായി ഇപ്പോൾ ഞാനത് പറയുന്നില്ല. പക്ഷേ അന്ന് കേരളത്തിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകിയില്ല. നമ്മെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ചില രാഷ്ട്രങ്ങൾ അവർ നൽകിയ വാഗ്ദാനം, സഹായിക്കാം എന്ന വാഗ്ദാനം, ആ സഹായം സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. ഈ കാര്യത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന കാലത്താണ് ഗുജറാത്തിന് വലിയൊരു ദുരന്തം വന്നത്. ആ ദുരന്തത്തിൽപ്പെട്ട നാടിനെ സഹായിക്കാൻ എല്ലാ ഭാഗവും തയ്യാറായി. രാജ്യത്ത് കേന്ദ്ര സർക്കാർ തയ്യാറായി. അതോടൊപ്പം രാജ്യത്തിന് പുറത്തുള്ള സഹായങ്ങളും സ്വീകരിച്ചു. അന്നതാകാം അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം കേരളം നേരിട്ട നൂറ്റാണ്ടിലെ മഹാപ്രളയഘട്ടം കേരളത്തിന് പാടില്ല. ഇപ്പോ മഹാരാഷ്ട്രയുടെ കാര്യം വന്നു. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഉടനെ നിലപാട് മാറ്റുന്നു. മഹാരാഷ്ട്രക്ക് വിദേശ സഹായം സ്വീകരിക്കാം. ഇതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഇപ്പോ ഉണ്ടായ ഏറ്റവും ഒടുവിലത്തെ വയനാട് ദുരന്തത്തിന്റെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതും നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിച്ച അത്യന്തം ക്രൂരമായ അനുഭവമാണ്. ഒരു നാടിന് നേരെ എത്രമാത്രം ക്രൂരമായ സമീപനം സ്വീകരിക്കാം എന്നതാണ് ഇതിലൂടെ വ്യക്തമായത്.